ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ചെന്നൈ തറവാട് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ താഹയുണ്ട്, പിന്നെ നമ്മളെ പഴയൊരു അതിഥിയായ നെസ്നയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആവശ്യം ഇപ്പൊ പറയണ കിട്ടട്ടെ എന്ന് പറയും. അപ്പോ നമ്മളങ്ങനെ വന്നതാണ്. നമ്മൾ താഹക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് സാഹചര്യത്തിൽ ഇത് എന്തിന്റെ വായിച്ചിട്ടാ ചെന്നൈന്ന് ഇറങ്ങിയന്റെ വരും ഉള്ളത്. ഇതിപ്പോ എവിടെയാണ് സ്ഥലം? എവിടെ പറഞ്ഞോക്ക് സ്ഥലം? എവിടെ? BPM ലേക്കാ? BTM അത് നമ്മളവിടെ അല്ലേ? അപ്പോൾ അത് വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഗൈസ്. നല്ല കിട്ടലാൻ വൈബ്. എന്ത് മഴ ഭായിമാരൊക്കെ ഭയങ്കര നല്ലൊരു കിട്ടലും ഫ്രെയിം മിസ്സായതായിരിക്കും. വൈബാണ്, വൈബ് സ്പോട്ടാണ്. നമ്മൾ അന്നത്തെ കബോൺ പാർക്ക് പോലത്തെ ഒരു നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ സോളോ ട്രിപ്പ് അടിച്ച നെസ്നന്റെ കൂടെ നെസ്ന റെഫർ ചെയ്തിട്ട് വന്ന ഏരിയ ആണ്. നൈസ് സ്പോട്ട്. നല്ലൊരു കൊക്ക് നെസ്ന സ്പോട്ട്. നെസ്ന സോളോ അടിച്ച കഥ പറയും. ഈ സോളോ വന്ന കഥ പറയും, പറഞ്ഞോടുക്ക്. ഭയങ്കര ഡിപ്രഷൻ നോക്കി ക്യാമറ പറഞ്ഞോട്. പൊന്തിക്കൂലല്ലോ പറയുന്നാല്. അപ്പൊ ഞാൻ എവിടെ പോണോ ആലോചിച്ചപ്പോ BTM ലേക്ക്. എന്നിട്ട് സോളോ ട്രിപ്പ് ആരപ്പോ പോയത്? അതല്ലേ സോളോ ട്രിപ്പ് ആരപ്പോ വന്നു? ഞാൻ ഒറ്റക്ക്. അമ്മൂന്റെ ആരെ വിളിച്ച്. അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പോട്ട്. നെസ്നെ തള്ളുന്നുണ്ട്. ഇതെന്താ വിനീഷ്യസിന് താനോ? അപ്പൊ നമുക്ക് നല്ല നല്ല ഷോർട്സ് നമ്മൾ കാണിച്ചിരുന്നതാണ്. നല്ല ആന്റിമാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല മോട്ടറൊക്കെ ഉണ്ട്. അതിന്റെ എന്തോ കളി ഇപ്പൊ കാണും. വായി കല്ലൊക്കെ കൈ പിടിച്ചേക്കുണ്ട്. എന്താ നോക്കാം എന്ത് പറഞ്ഞിട്ടില്ലാന്നല്ലേ? അത് വെളിപ്പെടുത്താൻ മറന്നുപോയി. നമുക്ക് ബിസി അല്ലേ. അത് റിവീലായി. ഹംപി പോകാൻ റെഡി ആയി നിൽക്കുന്ന ആള്. അത് ആരൊക്കെയാണ് സോളോ ട്രിപ്പ് ഒപ്പം പോണേ? ഇവരെ പ്ലാൻ എന്താന്ന് അറിയില്ല. എന്തോ കണ്ടിക്കണ അവിടെ എന്തോ കല്ലൊക്കെ കണ്ടോ? എന്തോ കണ്ടിട്ട് നിൽക്കണം. മീനുണ്ടോ? അല്ല ഇങ്ങോട്ട് വാ. ഇതൊക്കെ നല്ല സ്മെല്ലുണ്ട്. മീൻ ചത്തെടുക്കണം. ഇതാണ് ബാംഗ്ലൂരിന്റെ അവസ്ഥ. കരിമീനൊന്നല്ല, വലിയ ഏതോ മീൻ. എന്തായാലും പുഴ മീനാണ്. നല്ല വലിയ മീൻ. എന്ത് എന്ത് ചത്തതാ? ചത്ത മീനാ? ഇത് ചത്ത് പൊന്തിയതാണ്. ദുരന്തവാൻ എന്താ പറഞ്ഞു? കല്ലെടുത്ത പൊട്ടി തെറിക്കുക. അപ്പോ ഇതാണ് വിഷ്വൽ ബ്യൂട്ടി. വാവ്. അടുത്ത ബായി തൃശ്ശൂർ ബായി. ശവത്തിനെ കുത്തുന്ന പകരം ശവത്തിന് കല്ലെടുത്ത് തരില്ല. ഇതാണ് ശവത്തി കുത്ത്. എന്താ സംഭവം എന്നറിയില്ല. ആലോചിക്കണം മുതലുണ്ടോ? അല്ല ഇതാണ് ആ നിക്കണ ആളൊപ്പം പോയി നിക്കോയി. ഒരു ബോസ് നെസ്ന അത് കുഴപ്പമില്ല. ഇൻസൈഡ് നോ എൻട്രി. പിന്നെ ആരെങ്കിലും ഒരു ബോസ് ഇടറോ? കമോൺ. നമ്മളാരും ചീത്ത അറിയില്ല ഇവിടെ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും മോട്ടറാവും. എന്തിനും ഏതിനും നെസ്ന മോട്ടർ.
പിന്നെ കബോണത്തെ മാതിരിയല്ല ഇവിടെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട്. നല്ല അവസ്ഥ നമ്മൾ നല്ല പാതയിലൂടെ പോകുന്നു. ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വ്യൂ കണ്ടിങ്ങനെ പോവുക. കുറച്ച് ടൈമുള്ളൂ. നമ്മൾ വേറെ പർപ്പസിനായിട്ട് ഇവിടെ വന്നതാണ്. അതിനാൽ നമ്മൾ ആ പരിപാടി നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം. വേറെ ഒരുത്തെ പുട്ടും കുറ്റിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കയ്യിലുണ്ടോ ക്യാമറ വെക്കോണ്ട കയ്യില്? അതടി നല്ല നല്ല ഷോർട്സ് എടുക്കണ്ടോ? രണ്ട് കപ്പിൾസ് തെറ്റിക്കെടുക്കണതാ. അപ്പൊ നമ്മളിവിടെ ഭായിമാരെമാരിയാണ്. പൊട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ ആൾക്കാർ കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സീനില്ല. നമുക്ക് എന്തും ചെയ്യാം. ആരും ഒന്നും മനസ്സിലാവില്ല. ആ അപ്പൊ നമ്മള് നേരത്തെ പോയപ്പോൾ ഉള്ളത് അതേമാതിരി തന്നെ സീനില്ല. പക്ഷെ ആരൊക്കെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഒരു സുഡു ഇരിക്കണേ. സുഡു ഇതാണ് വൈബ്. അപ്പൻ്റെ വിചാരം നമ്മളേതോ മണ്ടന്മാരാണ്. ഓനക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കുട്ടുംകുറ്റി എടുത്ത് ഓന് ഫോക്കസ് ചെയ്യണ നേരെ ഈ പരുന്തുമക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ല മറ്റേ വാൾപേപ്പറിലുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ വീട്ടിൽ ലൈക്കിലുണ്ട് വൈകിട്ട് ഫോട്ടോഗ്രാഫർ. പോസിറ്റീവ് കൊടുക്കേണ്ട ആള്. എന്റെ മുകളിലൊന്നും കിട്ടും. അല്ലടാ, അതിന് പറക്കാൻ പറ്റുന്നില്ല. കാറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാ. മീൻ പിടിക്കാറുള്ളത് അല്ല, നോക്കാം. വീണ്ടും മോട്ടർ. അത് അങ്ങോട്ടേക്ക് നല്ലോണം പാറുന്നു. ഇങ്ങോട്ടേക്ക് പാറാൻ പറ്റുന്നില്ല. കാറ്റ് ടച്ച് പോകുന്ന. ഓക്കെ, മീൻ തപ്പി നടക്കടാ. മീൻ തപ്പാൻ അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ കൊറേ കിടക്കണില്ലേ? ഇത് വേറെ എന്തോ ആടാ. അവിടെ കിടക്കണില്ലേ കൊറേ മീന്? ചത്ത് എന്തിനാ? ഫ്രഷ് പിടിക്കും. ഇവിടെ ചത്തതെന്ന് പറഞ്ഞ് നോക്ക്. അങ്ങോട്ടേക്ക് പോവാൻ കഴിയുന്നില്ല. അത് വെള്ളത്തിൽ നിന്നെ കയ്യിരുന്നു. അത് ഒന്ന് തൊട്ടോ. പുട്ടും കുറ്റി കഴിഞ്ഞപ്പോ ഒരാള് 40+ ആയിട്ട് ഇറങ്ങിക്കണേ. മഴക്കാറുണ്ട്. ഓ സീൻ. അപ്പൊ എന്താ പ്ലാന്? തഹ എന്തോ എനിക്കറിയില്ല. എന്റെ പ്ലാൻ എന്താ? മഴ വരാനായി. നമ്മളെ സോളാറേഡ് കൊണ്ടുപോയി. നമുക്ക് സോളാറേഡോ അല്ലേ? പുട്ടും കുറ്റി ഇപ്പോഴും അതേമാതിരി നിൽക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ മഴ വരുന്ന കാഴ്ച. ഇപ്പൊ പോയാലോ? ഇനി കുറച്ച് ഇരിക്കാം. നമുക്കാരില്ലോ. വേറെ കപ്പിൾസ് എടുക്ക്. വെള്ളം പൊന്തിന് വന്നിട്ട് കൊടുക്കാൻ പോണ് ഗായ്സ്. കൊടുത്തല്ലേ. വേട്ടോളേക്ക് തിന്നു വെറുതെ പിടിച്ചിട്ട് ഇപ്പൊ എങ്ങനെ പിടിച്ചത്? ഒഴിവാക്കടാ ലുട്ടാപ്പിയുടെ മകനെ. നമ്മോടല്ല കൊല്ലണ് ഒരു പാവം മനുഷ്യ സ്നേഹി അല്ല മൃഗസ്നേഹി. ഓ അങ്ങനെ പിടിച്ചോ? ഞാൻ ചോദിച്ചാൽ ആരും ചാടിയ ചോദിച്ചേ. ഇനിയുണ്ടോ? അതാണ് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് കുട്ടികളല്ലേ? എന്തോ ആണ് ഈ ആൾക്കാരൊക്കെ നോക്കി നിക്കണത്.
ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട് ഫ്രണ്ട് എന്ത് കൈമീനാ വളർത്തുന്ന ഫ്രണ്ട് എന്തോ പേര് പറഞ്ഞു ഇതേമാതിരി 2 ജീവറുകളെ സീരിയസ് ആയിട്ട് കാര്യം യൂട്യൂബിൽ ആറ്റംസ് ഫാം അതിലുണ്ട്. പ്രൊമോഷൻ ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലത്തേണ് മീൻ സ്നേഹി ഇറങ്ങിക്കണ്. അടി കിടക്കണ കളിക്കണ വാട്ടർ പ്രൂഫ് ഒക്കെ ആണോ? അങ്ങനത്തെ അർത്ഥമാണോ? ഫോട്ടോഗ്രാഫി പാറ്റീൻ്റെ അതാണ് ഈ തള്ള ഇങ്ങനെ നിക്കണത്. എന്തൊക്കെയാ കലക്കിയിട്ടുണ്ടോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ. ഇതേപോലെ പിടിച്ച് കളിക്കാനിട്ടുണ്ടാവും. എന്തായാലും ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് മഴ കിട്ടും, നമ്മൾ പണിയാകും. അപ്പൊ നമുക്ക് ഇവിടുത്തെ vlog ഇവിടെ നിർത്താം. ഞാൻ മുഞ്ചില്ലേ ഇല്ല ചോദിച്ചോക്ക് ചോദിച്ച ഞാൻ പിടിക്കാം. ആ വേണ്ട, എനിക്ക് മറ്റേ സംഭവം ഇല്ല. ഞാൻ ഇൻട്രോട്ടാ ഇന്റർവ്യൂ അല്ല, മറ്റാള് കാര്യമില്ലാത്തൊരു ഇറച്ചി കന്നാരി നിൽക്കുന്നുണ്ട്. ചോദിച്ചോക്ക് മൈൻഡ് ഉണ്ട്. ചോദിച്ചോക്ക് അത് കണ്ടു വെച്ചിട്ട് ആള് പൊത്തി പിടിച്ച് നമ്മളതിന്റെ ഓന്റെ ഔട്ട്പുട്ടും ചോദിക്കാൻ വേണ്ടിട്ട് നിന്നേരുന്നേ. ഓനപ്പോ ലെൻസും ക്യാമറ ഒക്കെ പൊത്തി പിടിച്ച് ഉള്ളിൽ പോയി. പിന്നെ ഓൻ്റെയൊക്കെ മാത്രമുള്ള വിട്ടുകുറ്റി നമ്മളെടുക്കും. ഇതെന്താ കുപ്പി കുപ്പി പരിസരത്ത് കാണുന്നല്ലേ? ആണ് കുപ്പി. ഞാൻ കാണിച്ചപ്പോ റൊട്ടേറ്റ് ചെയ്ത് തരാം. ഇല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അമ്പോ ചപ്പറി 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 പോസൊക്കെ എന്താ ഓന്ത് ആലോചിക്കണ്. താടി ഉടക്കാണ്, അത് പോസാ. കൈ പോക്കിട്ടിട്ട് അങ്ങോട്ട് വെക്കും. ഒന്നും ആവണില്ലല്ലോ മതിയറാ, എനിക്ക് സോഷ്യൽ ആൻസൈറ്റിയാ. അനക്ക് ഫോട്ടോ എടുത്തട്ടെ? അനക്കോ? നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാം, ആരെങ്കിലും പോയി നോക്കാം. ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാരും പോയി, മഴ കണ്ടിട്ട് എല്ലാരും പോയി. അവിടെ ആണ്ടാ വെയില്, ഇപ്പുറത്തും വെയില്, അപ്പുറത്ത് കാർമേഘം ഉണ്ട്. കാർമേഘം വെയില്. അതിനെന്താ പറയാ? കുറുക്കന്റെ മംഗലം. കുറുക്കന്റെ കല്യാണം രണ്ടും തന്നെ അർത്ഥം മാറിയിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും പരിപാടി ഒന്നാണ്. കല്യാണം ചിരിക്കണത് കൂടുതൽ ചിരിക്കണ എന്തിനാ? എനിക്ക് ഇരിക്കാല്ല. ഓക്കെ ഫൈൻ. ചെയ്യണില്ലല്ലോ, പണിയാവോ? മുതലേ കാണുന്നില്ല അതില്. വാട്ടർ ബേർഡ്സാ? വാട്ടർ ബേർഡ്സാ? മുതല ബേഡാ അല്ല. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ വെച്ചത്? ഇവള് ഹരിയാന ഉണ്ടായിരുന്നു, പക്ഷെ ഹരിയാന പക്ഷെ താറാവുണ്ട്. അവള് ഉദ്ദേശിച്ചതാവും. എവിടെ തൊട്ട് കാണിച്ചാട്ട് പോയിട്ട് അതിലുണ്ടോ വാട്ടർ ബേർഡ്സ് കാണിക്കണ്ട അതില്? താറാവ് ന്യായീകരണം. കൊക്ക് കോമൺ അല്ലേ? അതുപോലെ കിങ്ഫിഷർ അതും കോമൺ ആണ്. അല്ലാന്നാ വീട്ടില് മൊത്തം നമ്മള് കണ്ടെടുക്കാൻ പോകണം, ഇവിടുന്ന് ഇറങ്ങാൻ ഇത് പോകണം. കോമൺ അല്ലാന്ന് കിങ്ഫിഷറേ. അപ്പൊ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വ്ലോഗ് നിർത്താം. പറയ് വണ്ടിയതാ വണ്ടിയതാ വേറെ കുട്ടി ഇത് മറ്റേ പീക്ക് അപ്പൊ ഗായ്സ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലെ
BTM-ലേക്കാണ്. അപ്പൊ അവിടെ നിന്ന് പോവാണ്. അപ്പൊ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പൊ സൈൻ ഓഫ്. കമോൺ. ബൈ. ഞങ്ങൾ അലുവപ്പീടിയയിലേക്ക് കയറിയിട്ടുണ്ട്. ഈപ്പൊരി ഫ്രണ്ട് കാണിച്ചാ फर्स्ट टाइम मोटर शा हाँ फुल ऑफ लाइट अच्छा है बहुत अच्छा हम केरला से उधर नहीं बात नहीं पता चल रहा है क्या तुम्हारा बात पता चल रहा है हाँ केरला से ठीक है उधर नहीं ऐसा वाला नहीं है ആള് കണ്ണട വെച്ച് ബ്രേക്ക് വീഡിയോ ബ്ലോക്ക് ട്രാപ്പഡ് സ്കില്ല് എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു മിനിറ്റ് നെട്ടിപ്പോയി. കണ്ടോട്ടോ കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഞങ്ങൾ മിസ്സായി 2 സെക്കൻഡ് അതാ डायमंड कितना प्राइस 5000 डायमंड पक्का है सऊदी ना उधर की कौन है मामा है सऊदी में उड़ता था 5000 रुपए के डायमंड वॉच टाइटैनिक का कितना रुपये है 15,000 वो कौन रहेगा वो अभी अंदर रखे हैं वो अभी ड्राइविंग स्किल पे बकरीद पे रमजान पे पहनता हूँ हां बेटा स्किल 10,000 को पुत्रा मेरा पेंटो 10,000 को पुत्रा है अभी हां हाँ कैसे हाँ ऐसे ही हाँ आज लेके 2 साल हो गया 2 साल ठीक है हाँ क्या खतरनाक है वो भाई अच्छा स्किल है ड्राइविंग स्किल अच्छा है कटिंग अच्छा है गैप को हाँ अच्छा ड्राइविंग है ആള് മോട്ടറായില്ല പോണിതാ ഡ്രൈവിംഗ് പോലെ അമ്മക്ക് പറക്കണ് കണ്ടില്ലല്ലോ ആള് വൻ മോട്ടറായി അത് പറഞ്ഞപ്പോ വ്ളോഗ് ഇവിടെ നിർത്തുന്നില്ല ഓട്ടോറിക്ഷ വ്ളോഗ് ഇത് ലാസ്റ്റ് വ്ളോഗ് നിർത്തിക്കും പക്ഷെ നമ്മള് ഇതുകൂടെ ആഡ് ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോളി ഓട്ടോറിക്ഷ ഞങ്ങള് ഇവിടുന്ന് നെസ്റ്റിന്റെ അടുത്ത് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകും നെസ്റ്റിന്റെ അടുത്ത് ഞങ്ങള് താഴെ ഫ്രണ്ടിന്റെ അടുത്ത് പോവാ അപ്പോ പോവാൻ വേറെ വഴി ഇല്ലാത്തോണ്ട് ആരും ഡ്രോപ്പ് ചെയ്യാൻ ഈ ടൈം ആയതുകൊണ്ട് ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ എന്താക്കി ഓട്ടോ പോവാന്ന് വിചാരിച്ചു ചൂടുപൊടി എടുക്കണേ കുറച്ചോനെ അപ്പോ ഞങ്ങളത് ആഡാക്കാം സ്കിൽസ് നമ്മൾ കാണാം ആള് നല്ല തിരിപ്പാണ് നല്ല തിരിഞ്ഞാണ് നല്ല മോട്ടറൊക്കെയാണ് ഉഷാർ ഡ്രൈവിംഗ് പറഞ്ഞപ്പോ മനസ്സിലാക്കി കൊള്ളിലൊക്കെ അടിച്ചു പോണ് ട്രാഫിക് സിഗ്നലും കാണില്ല ഇപ്പൊ എന്തിനാ നിർത്തിയിട്ടെന്ന് അറിയില്ല
എന്തായാലും ഇപ്പൊ ആള് റെസ്റ്റിലാ. വണ്ടി എടുത്തിട്ടാ ആകെ 2 വണ്ടിന്റെ ഇട, ചെറിയൊരു ഇട കാണോ. അതാണ് ഇവിടെ ഏതാ ഫുഡ് ഗ്യാപ്പിലടിക്കാന്. എന്താണ് ഓന്റെ കഴിവ്. ഓണമൊന്നും കൈയെടുക്കൂല. അമ്പ് 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 അമ്പ്. അതാ कितना 5 साल एक्सपीरियंस आ। ये नया गाड़ी है ना? नया गाड़ी है। और पुराना गाड़ी किधर है? पुराना गाड़ी दे दिया, ड्राइवर चला रहा है अभी। ओ ये आपका संदे ना? हाँ ठीक है। 4 लाख 4 लाख का रेडी पेमेंट आ? हाँ फुल रेडी। ഓമ്പോ ഇതിനിടെ ഒന്ന് സ്കോർ ചെയ്യുന്നുണ്ടോ മൂപ്പര്? 4 ലക്ഷം റെഡി പേയ്മെന്റ് ഒന്നും നോക്കിയില്ല. ഓട്ടോറിക്ഷ ആ റെഡി പേയ്മെന്റ് ഇതൊന്നുമല്ല ഗ്യാപ്പ്. നമ്മൾ 2 വണ്ടിന്റെ ഇടയിൽ വേണ്ടേ നമുക്ക്? मेरा डेली का कितना है पता है? ആ 2000 3000 क्या डेली। डेली? हाँ हाँ डेली। डेली हाँ मारता हूँ अपना। ठीक है। इधर कितना? इधर कितना भाई? इधर कितना मिलेगा डेली? बोल रहा हूँ रैपिडो ओला चलाता हूँ, हाँ डेली 2000 रुपया कमाता हूँ। 2000? हाँ ठीक है. അപ്പോ മന്ത്ലി 60,000. അമ്പോ. इसका 5000 कार्गो गाड़ी का। हाँ हाँ ये बचा है कितना? हाँ 50,000। ശരി. हाँ ठीक है ठीक है. 30,000 घर पे दो। घर पे हाँ बच्चे के 5,000 5,000. कितना 20,000। हाँ 20,000 में हमको चला करेगा जरा। ठीक है. आपका बच्चा क्या करता है? मेरा लड़का लड़का? हाँ हाँ स्कूल पढ़ता है, कितना स्टैंडर्ड? सेकंड स्टैंडर्ड। सेकंड स्टैंडर्ड. उसके 20,000 एक्सपेंस आ तो स्कूल फीस है ना? निकाल के। ठीक है. इसका पता है कितना है? मंथली आके 10,000। हाँ हाँ ഓക്കെ. ആള് കുടുംബ പ്രശ്നത്തിൽ കയറിയല്ല, കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ ഓക്കെയാണ് ഗ്യാപ്പൊക്കെ. ഈ ഗ്യാപ്പിംഗ് ഒക്കെ രജനി ഫാനാവും അല്ല ഇവർ. നമ്മളുണ്ടെങ്കിൽ എന്നോ അടിച്ചു കൊന്നിയത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഉറപ്പായി കേറുണ്ടാ. അങ്ങനെ കടി അതെങ്ങനെ ഇരിക്കണം. 3 गर्लफ्रेंड है मेरा। 3 गर्लफ्रेंडा? अब आपका पति? शादी हो गए। यार काला कितने बच्चे? 2 2 3 गर्लफ्रेंड 1 पति. ഏതാ മൂടി? साइड में रखे हैं उनको। 2 साइड. हाँ, क्या भाई? शादी हो गया छोड़ दो। नहीं मैं ही पसंद है उनको, मैं क्या ऐसा कर सकता एक लाइफ भाई खुशी है. हूँ। छोड़ दो मेरे को। ठीक है. फिर भी छोड़ने के लिए राजी नहीं है वो। मैं क्या कर सकता हूँ? कुछ भी नहीं. ഓന്റെ ലൈഫ് കിട്ടില്ല പോലെ അടിപൊളിയായി ജീവിക്കുന്നുണ്ട്. ഗ്യാപ്പ് അടിച്ച് കിട്ടില്ല പോലെ സൂപ്പറായി ജീവിക്കുന്നുണ്ട്. ഒരു ഭാര്യ 3 ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കടന്നു പോകണ്ട. ട്രാഫിക് ആണ് ഇവിടെ മുഷ്കിൽ. അല്ലെങ്കിൽ ഇയാളെ സ്കില്ല് നമുക്ക് പെട്ടെന്നാണ് വേർക്കത്. ഇപ്പോ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇയാളെ പരിപാടി തന്നെ കാണണം. ഇതെന്താ തിരക്കില്ല? എനിക്ക് എത്ര ഗേൾഫ്രണ്ട് ഒക്കെ അതെന്താ? ഗൈസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാ. സ്കില്ല് 0, കഴപ്പ് 5000. അപ്പൊ അതൊന്ന് കൊടുത്തിട്ട് 4 ലക്ഷത്തിന് ഇറക്കിയെന്നല്ല പറഞ്ഞേ. ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടോ? ഉണ്ട്. 4 ലക്ഷം അതെന്താ സീൻ? അതെല്ലാം പ്രശ്നം. 4 ലക്ഷം ഉണ്ട്. ഡി പേയ്മെന്റ് കൊടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാവിക്കാരൻ
പശു. അപ്പോ ഇവന്റെ സ്കെച്ച് നമ്മൾ ഇവിടെ നമ്മൾ വെറുതെ കിട്ടില്ല നമുക്ക് നടത്തില്ല കൈ പിടിച്ചിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു കാര്യമായിട്ട്. ഇന്നത്തെ ബാംഗ്ലൂർ ബ്ലോഗ് ഇവിടെ നിർത്തുകയാണ്. ഇതാകേണ്ട ഒരാൾ പറഞ്ഞു. അടുത്ത് ബായ്.